പാരമ്പര്യം ഈ തറവാട്ടിലെ അംഗങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ട ചരുവമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ അങ്ങനെ ബാലനെ നോക്കി അദ്ദേഹം യേശുക്രിസ്തുവിന്റെ മനോഹരമായ ഒരു മുഖം വരച്ചു. അത് ഏറ്റവും അവസാനമായി വരക്കമാക്കിയ ജൂദാസാണ്. ജൂദാസാണ് യേശുവിനെ ഒറ്റിക്കൊടുത്ത ആ ദുഷ്ടനായ ജൂദാസിന്റെ മുഖം വരക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 13 വർഷത്തിന് ശേഷം ഒരു ദിവസം ഈ ചിത്രകാരൻ ഒരു ബാറിലെത്തി. അദ്ദേഹം ബാറിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് ഇങ്ങനെ മദ്യപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ തന്നെ ക്രൂരത ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നു. ഈ ലോകത്തിലെ എല്ലാ ദുർഗുണങ്ങളും ആ മുഖത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അദ്ദേഹം ഈ യുവാവിനോട് ചോദിച്ചു, എനിക്ക് ജൂദാസിന്റെ ചിത്രം വരക്കണം, നിങ്ങൾ എന്റെ കൂടെ വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ ചെറുപ്പക്കാരൻ നമ്മുടെ ചിത്രകാരനെ നോക്കി അദ്ദേഹം പറഞ്ഞു, വരാം, പക്ഷെ എനിക്ക് ഇന്നത്തെ കഞ്ചാവിന്റെയും കള്ളിന്റെയും പൈസ നിങ്ങൾ ചിത്രം വരച്ച ശേഷം തരണമെന്നാണ് ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ചിത്രകാരൻ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം ആ ചെറുപ്പക്കാരനെ നോക്കി ജൂദാസിന്റെ ചിത്രം വരച്ചു. ജൂദാസിന്റെ ചിത്രം വരച്ച് നമ്മുടെ ചിത്രകാരൻ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് പോയപ്പോൾ ചെറുപ്പക്കാരൻ ഇങ്ങനെ പൊട്ടി കരയുന്നതുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്? അപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, സാർ, 13 വർഷം മുമ്പ് യേശുവിനെ വരക്കാൻ ഞാനാണ് നിങ്ങളുടെ മുന്നിൽ യേശുവായിട്ടിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സാഹചര്യം, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്താണ് നമ്മുടെ ദൈവതുല്യനായ യേശു ആവണോ അല്ലെങ്കിൽ എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ജൂദാസ് ആകണോ എന്ന് തീരുമാനിക്കുന്ന സാഹചര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം എന്നാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഞാനൊക്കെ കണ്ണൂരൊക്കെ തലശ്ശേരിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പിന്നെ പല ഉത്സവങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലൈസൻസ് ആണ്. ചെറിയ കുട്ടികളൊക്കെ കണ്ടുപിടിക്കുന്ന ഇത്തരം ഉത്സവ സ്ഥലത്തിൽ വെച്ചാണ്. അത്തരം സാഹചര്യങ്ങൾ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കറിയാം, ഇന്നത്തെ ലഹരി വസ്തുക്കള് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ഒരിക്കലും നമ്മൾ തിരിച്ച് വരാൻ പറ്റില്ല. അപ്പൊ അത്തരം ഒരു എന്താണ് ലഹരിയുക്തമായ ഉത്സവമായി നമ്മൾ ഓരോ ഉത്സവവും മാറ്റണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് നമ്മുടെ പല വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ അടുത്ത് കൊന്ന് ആഭരണങ്ങൾ കവർ ചെയ്തു. ഒറ്റയ്ക്ക് താമസിക്കുന്ന അവിടെ സെക്യൂരിറ്റിയുടെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് മുതൽ അസുഖങ്ങളാണ്. പെട്ടെന്ന് വീട്ടിൽ താമസിക്കുന്ന വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരെ നോക്കാൻ അല്ലെങ്കിൽ ആ സമയത്തിന് ചികിത്സ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നമ്മൾ ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ പറയും. ഒരു സ്ട്രോക്ക് വന്നാൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ 2-3 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അവരെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇത്തരം വയസ്സായ ആൾക്കാർ മാത്രമുള്ള വീടുകളായി നമ്മൾ ഓരോ വീടും ചുരുങ്ങിയാണ്. കാരണം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ജോലി സാധ്യതയില്ലാതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഗൾഫിലും അമേരിക്കയിലും ജർമ്മനിയിലും സ്പെയിനിലും ഇംഗ്ലണ്ടിലൊക്കെ പഠിപ്പിച്ചിട്ട് അവരെ അങ്ങോട്ട് അയക്കുകയാണ്. പക്ഷെ അവർക്ക് അവിടെ തന്നെ ജോലി ഒരിക്കലും അവർക്ക് നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ അവർക്ക് ജോലിയില്ല. അപ്പൊ പിന്നെ അവർക്ക് അവിടെ നല്ല ജോലിയുടെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത്ര നല്ല വിദ്യാഭ്യാസം നമ്മൾ അവർക്ക് കൊടുത്തിട്ട് കൊടുത്താൽ അവർക്ക് അവിടെ മാത്രമേ ജോലി കിട്ടൂ. അപ്പൊ അവരവിടെ ബാക്കിയാവും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ വീട്ടിൽ ഓരോ വീടും ഇങ്ങനെ അനാഥാലയമാകുന്ന സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇതുപോലുള്ള തറവാട്ടൊക്കെ ചുറ്റുവട്ടത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ വയസ്സായ ആൾക്കാരെ പാർപ്പിക്കാൻ, അത് നമ്മൾ അനാഥ മന്ദിരം എന്ന് പറയുന്ന സ്നേഹമന്ദിരങ്ങൾ നമ്മുടെ ഓരോ തറവാട്ടിന് ചുറ്റിലും ഓരോ അമ്പലത്തിന് ചുറ്റിലും സ്നേഹമന്ദിരങ്ങൾ പണിയേണ്ട സമയമായിരിക്കുന്നു. അതിന് 2 ഗുണങ്ങളുണ്ട്. കാരണം അത്തരം സ്നേഹമന്ദിരം വയസ്സായ ആത്മീയത വരുന്നത് ഇപ്പൊ അമ്പലത്തിന് ചുറ്റും നമുക്ക് പിന്നെ വീടുകളുണ്ടായാലും കുറെ വയസ്സായ ആൾക്കാർ താമസിച്ചാൽ അവർക്ക് നേരെ രാവിലെ അമ്പലത്തിലേക്ക് പോകാം. അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടും. നമ്മുടെ മക്കൾ ചിലപ്പോ നമ്മളെ കാണാൻ വന്നില്ലെങ്കിലും അമ്പലത്തിനൊക്കെ ദൈവത്തിനൊക്കെ പേടിച്ച് അമ്പലത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ നമ്മൾ മക്കളെ കാണാം, നമ്മൾ ബന്ധുക്കളെ എപ്പോഴും കാണാം. നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഒരുപാട് വയസ്സായ ആൾക്കാർ, അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ വീട്ടില് വെറും ജയിൽ വരും. ഒറ്റയ്ക്ക് ഒരാളോട് സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം അമ്പലത്തിനും ചുറ്റും അത്തരം മന്ദിരങ്ങൾ പണിതാൽ അവർക്ക് സമയം ഓട്ടോമാറ്റിക്കായിട്ട് പോകും. കുറെ ആൾക്കാരോട് സംസാരിക്കാം, അവരെ അസുഖങ്ങൾ ഇല്ലാതാവും. അവർക്ക് എന്താണ് അവരെ സ്വത്ത് അല്ലെങ്കിൽ അവരെ സ്വർണത്തിന് വേണ്ടി ആരെങ്കിലും കൊല്ലുന്ന പ്രവണത ഇല്ലാതാവും. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഇനിയിപ്പോ നമ്മുടെ ആളുകളൊക്കെ പറയപ്പെട്ടു തോന്നുന്നത് അത്തരം ആശയങ്ങൾ കൂടി ഇഷ്ടമായ തറവാടാണ് വിജയ കുഞ്ഞുവെളുപ്പ് തറവാട് പറഞ്ഞാൽ നിറഞ്ഞ് കവിച്ച സദസ്സാണ്. എന്റെ ഒരുപാട് പരിപാടി ഉദ്ഘാടനം മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പുരുഷനോട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോ കർമ്മ വ്യക്തിത്വം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അല്ലെ, വിളിക്കാറില്ല, നിങ്ങൾ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. കാരണം നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ പലപ്പോഴും അദ്ദേഹം 3 കാര്യത്തിന് വിളിക്കാൻ പാടില്ല എന്നാണ്. ഒന്ന് പൂഴി, ഒന്ന്
അപ്പോ അങ്ങനെയുള്ള 3 കാര്യങ്ങൾക്ക് ഒരിക്കലും ആവില്ല എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് പോകുന്ന ഒരാളെ തന്നെ ഇന്നത്തെ ഈ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭാഗങ്ങളിൽ പോയാൽ വ്യത്യസ്ത നിലപാടിലെത്തിയാൽ ആ ആചാരങ്ങളും അനുഷ്ഠാന ആ തെയ്യങ്ങളിൽ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഈ നിരവധി ആളുകളെ നമ്മൾ ഓർമ്മിക്കുകയാണ്. പല ദിവസങ്ങളിലും ദൈവത്തിന്റെ ചിലമ്പനക്കത്തിനും ശ്രീ വയനാട്ടുപുരം ദൈവത്തിന്റെ ആ ചൂട്ടിന്റെ